3 ഓഫ് 5 പ്ലസ് 4 ഓഫ് 5 മൈനസ് 35 ഓഫ് 1ൻ്റെ വില കാണുക. കണക്കിൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ് വേണ്ടത്. കണക്കിൽ ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 3 ഓഫ് 5 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 പ്ലസ് അതുപോലെ 4 ഓഫ് 5 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 5 മൈനസ് അതുപോലെ 35 ഓഫ് 1 എന്ന് പറഞ്ഞാൽ 35 ഇൻറ്റു 1. 3 ഇൻറ്റു 5 ഗുണിച്ചാൽ 15 കിട്ടും, പ്ലസ് 4 ഇൻറ്റു 5 ഗുണിച്ചാൽ 20 കിട്ടും, മൈനസ് 35 ഇൻറ്റു 1 35. ഇനി കൂട്ടലും കുറയ്ക്കാനുള്ളത് നമുക്ക് ആദ്യം കൂട്ടിയതിന് ശേഷം കുറയ്ക്കാം. 15ഉം 20ഉം കൂട്ടിയാൽ 35 എന്ന് വരും. കുറയ്ക്കണം 35. ഉത്തരം 35 നിന്ന് 35 കുറച്ച ഉത്തരം 0. തന്നിരിക്കുന്ന ദശാംശ സംഖ്യകളിൽ ഏറ്റവും ചെറുതേത്? നമുക്ക് 4 ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലത്തെ സ്മോളസ്റ്റ് നമ്പർ കാണണം. അപ്പോൾ ഈ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളൊക്കെ നമ്മൾ താഴെ എടുത്ത് എഴുതി. 3.01400, 3.01098, 3.00980, 3.01087. നമ്മൾ ആദ്യം നോക്കേണ്ടത് ദശാംശത്തിൻ്റെ ഇടതുവശത്തെ സംഖ്യകൾ നോക്കുക. എല്ലാത്തിലും ദശാംശത്തിൻ്റെ ഇടതുവശത്തെ സംഖ്യ 3 ആണ്. എല്ലാത്തിലും ദശാംശത്തിൻ്റെ ഇടതുവശം 3 ആണ്. അപ്പോൾ അതെല്ലാം തുല്യമാണ്. അത് നോക്കി നമുക്ക് വലിപ്പ ചെറുപ്പം പറയാൻ പറ്റില്ല. ദശാംശം കഴിഞ്ഞ ആദ്യ സ്ഥാനം നോക്കുക, 0 0 0 0. അവിടെയും എല്ലാം തുല്യമാണ്. ദശാംശം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനത്തൊക്കെ നോക്കുക, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ഉള്ളൂ, ഇവിടെ 1 ആണ്. അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അക്കം നോക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 0 ഉള്ളൂ, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറുത് 3.00980. ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 100 കൊണ്ട് ഹരിച്ചപ്പോൾ 3.5 കിട്ടി. കിട്ടേണ്ട ശരിയായ ഉത്തരം ഏത്? നമുക്ക് സംഖ്യ അറിയില്ല, സംഖ്യ എക്സ് എടുക്കുക. ഇനി സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം, അപ്പോൾ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്, അത് ചെയ്തിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സംഖ്യ എക്സ് ആണ്. നമുക്ക് സംഖ്യ എന്ത് ചെയ്യണം? 100 കൊണ്ട് ചെയ്തത് എന്താ? ഹരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എക്സ് ബൈ 100 ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 3.5 കിട്ടി. അപ്പോൾ എക്സ് ബൈ 100 സമം 3.5. ഇതിന്ന് എക്സ് കാണാനായിട്ട് ബൈ 100 സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ ബൈ 100 ഹരിക്കണം 100 സമത്തിന് വലത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം 100 എന്നാവും. അപ്പോൾ എക്സ് സമം 3.5 ഇൻറ്റു 100. ഇതിൽ നമുക്ക് ദശാംശം ഇല്ലാണ്ട് 35 100 ഗുണിക്കുക 3500 കിട്ടും. എന്നിട്ട് 3.5 ഒരു ദശാംശ സ്ഥാനമുണ്ട്, അതിവിടെ നീക്കുമ്പോൾ ഈ 0 പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 350. എന്ത്? എക്സ് കിട്ടി, അതായത് സംഖ്യ കിട്ടി. എത്ര? 350. ഇനി എന്ത് ചെയ്യണം? സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്, നമ്മളത് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. സംഖ്യ എന്താ? എക്സ് അല്ലേ? ഈ എക്സിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എക്സ് 350 ആണ്. 350 ഇൻറ്റു 100 ഉത്തരം 35,000 കിട്ടേണ്ട ശരിയായ ഉത്തരം. 8 ഘാതം -1/3 ഇൻറ്റു 16 ഘാതം 3/4 എത്ര? നമുക്ക് ഈ 8ന് പകരം 2 ക്യൂബ് എന്ന് എഴുതാം. 8ന് പകരം 2 ക്യൂബ്, അതിൻ്റെ കൃതി -1/3 കൃതിയായിട്ട് എഴുതി, ഇൻറ്റു അതുപോലെ 16ന് പകരം 2 ഘാതം 4 എന്ന് എഴുതാം. 16ന് പകരം 2 ഘാതം 4, അതിൻ്റെ കൃതി 3/4. നമുക്ക് കൃത്യങ്ക നിയമം ഏഘാതം എം ഹോൾ ഘാതം എൻ, ഏഘാതം എം ഇൻറ്റു എൻ ഇങ്ങനെ വരുമ്പോൾ കൃതികൾ തമ്മിൽ ഗുണിക്കണം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? 2 ഘാതം എഴുതിയിട്ട് ഈ കൃതികൾ തമ്മിൽ ഗുണിക്കുക. 3 ഇൻറ്റു -1/3 ഇൻറ്റു അതുപോലെ ഇവിടെയും ചെയ്യണം. 2 ഘാതം കൃതികൾ തമ്മിൽ ഗുണിക്കുക 4 ഇൻറ്റു 3/4. അപ്പോൾ ഇവിടെ 2 ഘാതം ഈ 3ഉം -1/3 ഗുണിക്കുമ്പോൾ 3ഉം 3ഉം വെട്ടിപ്പോയിട്ട് -1 എന്ന് വരും, ഇൻറ്റു 2 ഘാതം ഇവിടെ 4 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ 4ഉം 4ഉം വെട്ടിപ്പോയിട്ട് 3 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഘാതം -1 ഇൻറ്റു 2 ഘാതം 3. ഇവിടെ ഉപയോഗിക്കേണ്ട കൃത്യങ്ക നിയമം ഏഘാതം എം ഇൻറ്റു ഏഘാതം എൻ സമം ഏഘാതം എം പ്ലസ് എൻ. ഈ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃതികൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ 2 എന്ന് എഴുതി, കൃതികൾ തമ്മിൽ കൂട്ടുക, -1 + 3, 2 ഘാതം -1 + 3. അപ്പോൾ 2 ഘാതം -1ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ നമ്മൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചിരടണം. അപ്പോൾ എന്ത് വരും? 2 എന്ന് വരും. അപ്പോൾ 2 ഘാതം 2, അതായത് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 തവണ ഗുണിക്കുക, ഉത്തരം 4. ഒരു കപ്പലിൽ 10 ജോലിക്കാർ ഉണ്ട്. അതിൽ 53 കിലോഗ്രാം ഭാരമുള്ള
ഒരാൾ മാറി പകരം മറ്റൊരാൾ വന്നപ്പോൾ ജോലിക്കാരുടെ ശരാശരി ഭാരം 1.8 കിലോഗ്രാം വർദ്ധിച്ചു. പുതിയതായി വന്നയാളുടെ ഭാരം എത്ര? ഇങ്ങനത്തെ ഒരു കണക്ക് വന്നാൽ നമുക്കൊരു എളുപ്പത്തിലൊരു സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാം. അതായത് പുതിയ ആളുടെ ഭാരം കാണാൻ പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. നമുക്കിവിടെ കാണേണ്ടത് പുതിയതായി വന്ന ആളുടെ ഭാരമാണ്. അപ്പോൾ പുതിയതായി വന്ന ആളുടെ ഭാരം കാണാൻ പോയ ആളുടെ ഭാരം എത്ര? പോയ ആളുടെ ഭാരം 53 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി. അപ്പോൾ ഈ പോയ ആളുടെ ഭാരം എന്ന് പറഞ്ഞാൽ 53 കൂട്ടണം അംഗസംഖ്യ 10 പേരാണ്. കാരണം എന്താ? ആകെ 10 പേരാണ്. അതിലത്തെ ഒരാൾ പോയി പകരം ഒരാൾ വന്നു. അപ്പോൾ 10 തന്നെയാണല്ലോ. അപ്പം അംഗസംഖ്യ 10 ഇൻറ്റു ശരാശരിയിലെ വർധനവ്. ശരാശരി ഇപ്പം എത്ര കൂടിയത്? 1.8 കിലോഗ്രാം വർദ്ധിച്ചു. അപ്പോൾ ശരാശരിയിലെ വർധനവ് 1.8 ആണ്. അപ്പോൾ 53 പ്ലസ് 10 ഇൻറ്റു 1.8. ഇവിടെ കൂട്ടലുണ്ട് ഗുണിക്കലുണ്ട്. നമ്മുടെ ബോർഡ് മാസ് പ്രകാരം ഗുണിച്ചതിന് ശേഷമേ കൂട്ടാൻ പാടുള്ളൂ. ഗുണിച്ചതിന് ശേഷം മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ 53 അതുപോലെ എഴുതി. പ്ലസ് 10 ഇൻറ്റു 18 ഗുണിച്ചാൽ 180 ആണ്. 10 ഇൻറ്റു 18 180. അതിലൊരു ദശാംശ സ്ഥാനം നീക്കുമ്പോൾ ഈ 0 പോയിട്ട് 18 എന്ന് വരും. അതായത് 53 പ്ലസ് 18 എന്ന് വരും. 53ഉം 8ഉം 61ഉം 10ഉം 71. അതായത് പുതുതായി വന്ന ആളുടെ ഭാരം 71 കിലോഗ്രാം. എയുടെയും ബിയുടെയും സിയുടെയും ഭാരങ്ങളുടെ ശരാശരി 45 കിലോഗ്രാം. എയുടെയും ബിയുടെയും ശരാശരി ഭാരം 40 കിലോഗ്രാം. ബിയുടെയും സിയുടെയും ശരാശരി ഭാരം 43 കിലോഗ്രാം. ബിയുടെ ഭാരം എത്ര? നമുക്ക് ശരാശരി കാണാനുള്ള സൂത്രവാക്യം തുക ബൈ എണ്ണം. ആവറേജസ് കാണാൻ സം ബൈ നമ്പർ. അപ്പോൾ നമുക്ക് എ ബി സി മൂന്നിൻ്റെ ശരാശരി എങ്ങനെ കാണുക? എയും ബിയും സിയും കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കുക അല്ലേ? 3ഉം കൂടി കൂട്ടി 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3. നമുക്കത് തന്നിട്ടുണ്ട്. എ ബി സി ശരാശരി എത്രയാണ് കാണിക്കണത്? 45. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 സമം 45. നമുക്ക് ബൈ 3 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 3 എന്നാവും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി സമം 45 ഇൻറ്റു 3. എ പ്ലസ് ബി പ്ലസ് സി സമം ഇത് ഗുണിക്കുമ്പോൾ 135. അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഒന്നാമത്തെ സമവാക്യം എ പ്ലസ് ബി പ്ലസ് സി 135. ഇനി എയുടെയും ബിയുടെയും ശരാശരി തന്നിട്ടുണ്ട്. എ ബി ശരാശരി എങ്ങനെ കാണുക? രണ്ടും കൂടി കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എ പ്ലസ് ബി ബൈ 2. ആ ശരാശരി എത്ര? 40 ആണ്. ഇതിന്ന് എ പ്ലസ് ബി എങ്ങനെ കാണുക? ബൈ 2 വലത്തോട്ട് എടുക്കുക. അപ്പോൾ എ പ്ലസ് ബി സമം 40 ഇൻറ്റു 2. അപ്പോൾ എ പ്ലസ് ബി സമം 80 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് 2 സമവാക്യം കിട്ടി. നമുക്ക് ഈ സമവാക്യത്തിൽ എ പ്ലസ് ബിയുടെ വില 80 എന്ന് കൊടുക്കുക. ഈ സമവാക്യത്തിൽ എ പ്ലസ് ബിക്ക് പകരം 80. അപ്പോൾ നമുക്ക് ഈ സമവാക്യം എടുത്ത് എഴുതി എന്ത്? എ പ്ലസ് ബി പ്ലസ് സി സമം 135. അതിൽ എ പ്ലസ് ബിക്ക് പകരം നമുക്ക് 80 പ്ലസ് സി സമം 135. സി എങ്ങനെ കാണുക? 135 80 കുറയ്ക്കുക 55 എന്ന് കിട്ടി. ഇനി അടുത്തതായി നമുക്ക് തന്നിരിക്കുന്നത് ബി സി ശരാശരി എന്നുണ്ട്. ബിയുടെയും സിയുടെയും ശരാശരി എങ്ങനെ കാണുക? ബിയും സിയും കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. ബി പ്ലസ് സി ബൈ 2. അത് എത്ര തന്നിരിക്കുന്നത്? 43. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ബി പ്ലസ് സി കാണുക? ബൈ 2 വലത്തോട്ട് എടുക്കുക. ബി പ്ലസ് സി സമം 43 ഇൻറ്റു 2. ബി പ്ലസ് സി സമം ഗുണിക്കുമ്പോൾ 86. നമുക്ക് ഇതിൽ സി അറിയാം 55. അപ്പോൾ ഇതിൽ വില കൊടുക്കുമ്പോൾ ബി പ്ലസ് സി 86 ആണ്. അപ്പോൾ ബി പ്ലസ് സിയുടെ വില 55 സമം 86. അതിനെങ്ങനെ ബി കാണുക? ബി സമം 86 കുറയ്ക്കണം 55. ഉത്തരം ബിയുടെ ഭാര ചോദിച്ചിരിക്കുന്ന ഉത്തരം 31 കിലോഗ്രാം.